എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അയല വറുത്തതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് ആദ്യം തയ്യാറാക്കണം. മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് 4 വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കണം. ഇത് പെട്ടെന്ന് അരഞ്ഞു വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തത്. 1 ടേബിൾ സ്പൂൺ സവാളയാണ് ചേർക്കുന്നത്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ 4 എണ്ണം ചേർക്കാം. 5 ഇതള് കറിവേപ്പിലയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഈ വിനാഗിരിക്ക് പകരം നാരങ്ങാനീര് വേണമെങ്കിലും എടുക്കാം. ആദ്യം ഞാനിത് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം വരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. 2 അയിലയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 അയിലയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അരപ്പ് മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ആ വരഞ്ഞെടുത്തതിലൊക്കെ നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ രീതിയിൽ അരപ്പ് തയ്യാറാക്കിയിട്ട് അയില ഒന്ന് വറുത്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. ഇതുപോലെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് മസാല പുരട്ടി വയ്ക്കണം. ഈ അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം 2 വലിയ അയിലയിൽ പുരട്ടാനുള്ള അരപ്പുണ്ടാവും. ഞാനിപ്പോൾ എടുത്തത് കൃത്യമായിട്ടും ഈ 2 അയിലയ്ക്കുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ച ശേഷം ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷമാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ വറുത്തെടുത്താൽ മതിയാകും. ഇതുപോലെ നന്നായിട്ട് ഇതിനുള്ളിലേക്കൊക്കെ ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാനിതിവിടെ മസാലയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് 20 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇത് അത്യാവശ്യം നല്ല വലിയ മീനായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാനായിട്ട്. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറമേ അങ്ങ് നന്നായിട്ട് മുരിഞ്ഞു കിട്ടും, പക്ഷേ ഉള്ളിൽ പാകത്തിന് വെന്ത് കിട്ടുകയില്ല. അപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞ തീയിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു വശം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി വീണ്ടും ഈ വശം ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെയാണ് ഈ വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണല്ലോ അയല വറുത്തതും അയല കറി വെച്ചതും ഒക്കെ. അപ്പോൾ നല്ല ചെറിയ തീയിൽ തന്നെ ഇരുന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 വശവും നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല അയല ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ നാടൻ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്